നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആദ്യം ഒരു ടേസ്റ്റ് വ്യത്യാസം അനുഭവപ്പെട്ടു എന്നൊരു സംശയം. ടേസ്റ്റ് വ്യത്യാസോ? എന്നാലും ചായ അവന് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ടാ നീ തന്നെ ചായ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ ചായയുടെ രുചി ജഗൻ ഒരിക്കൽ കൂടി അറിയട്ടെ. മോള് ചെല്ല. മോള് ചായ ഇട്ടോണ്ട് വാ. സാരി അയാളുടെ ചേട്ടനും ചേട്ടത്തെയും കൊടുത്തയച്ചതല്ല, സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കി അയാൾ വാങ്ങിച്ചതാ. എന്നോട് ശൃംഗാര പ്രകടനങ്ങൾ കാണിക്കാൻ ഈ വീട്ടിൽ വരണം. അതിനൊരു കാരണം വേണം. നാണം കെട്ടവൻ. പഞ്ചസാര കുറച്ച് കൂടുതൽ ഇട്ടിട്ട് അങ്ങ് കൊടുക്കണം. അല്ലെങ്കിൽ വേണ്ട. ഇത് ഉപ്പുപൊടി. പഞ്ചസാരയ്ക്ക് പകരം അയാൾ ഇന്ന് ഉപ്പിട്ട് ചായ കുടിച്ചാൽ മതി. എന്റെ ചായക്ക് നല്ല അഭിപ്രായം പറഞ്ഞ ആളല്ലേ, ഉപ്പിട്ട് തന്നെ ചായ കുടിക്കട്ടെ. അതോടെ എന്നെ കാണാനുള്ള അയാളുടെ വരവങ്ങ് നിൽക്കും. ചായ വേണത്ര ചായ. പേരക്കുട്ടികളെ നല്ല നില ജീവിക്കുന്നത് കണ്ടിട്ട് മരിക്കണമെന്ന എന്റെ ആഗ്രഹം. പ്രകാശന് ജോലിയുണ്ട്, അത്യാവശ്യം വേണ്ട സമ്പാദ്യമുണ്ട്. എന്നാൽ മനോജിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. എത്ര കാലമെന്ന് വെച്ചാ അവൻ ഭാര്യയുടെ ചെലവിൽ ഇങ്ങനെ ജീവിക്കുന്നത്? മനോജിന്റെ ജീവിതത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടാകണം മോനെ. എന്തെങ്കിലും ഒരു വരുമാന മാർഗം അവനും ഉണ്ടാകണം. നീ വിചാരിച്ചാൽ അത് നടക്കുവോ? ഉറപ്പായിട്ടും. ഞങ്ങളുടെ ഒരേ ഒരു സഹോദരി ഹരിത. അവളുടെ ഭർത്താവ് ജോലിയൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് മോശമാണെന്നുള്ള ചിന്തയൊന്നും അച്ഛനില്ല. മനോജിനോട് ഇപ്പോഴും ഉള്ളുകൊണ്ട് കടുത്ത ദേഷ്യം അച്ഛന്. മനോജിന് ഒരു ബിസിനസ് തുടങ്ങാനുള്ള പണം വേണം. ഹരിതയ്ക്ക് അവകാശപ്പെട്ട സ്വത്തിന്റെ 10-ൽ 1 അംശം പോലും വേണ്ട അതിന്. എന്നാൽ അത് കൊടുക്കാൻ അച്ഛൻ തയ്യാറാവുന്നില്ല. ഹരിത അച്ഛനോടൊന്നും ചോദിക്കുന്നുമില്ല. എനിക്കതിന് മനസ്സ് അനുവദിക്കുന്നില്ല ഏട്ടാ. എന്റെ ഇഷ്ടപ്രകാരം ഒളിച്ചോടി വന്നവളല്ലേ ഞാൻ. ഞാൻ എങ്ങനെ അച്ഛനോട് പണം ചോദിക്കുന്നെ? നീ വിഷമിക്കണ്ട, നമുക്കതൊക്കെ മാറ്റിയെടുക്കാം മോളെ. മുത്തശ്ശി, മനോജിനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമം എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ കുറച്ച് കാലതാമസം വേണ്ടിവരും. എന്റെ അച്ഛൻ ശങ്കരക്കുറുപ്പിനെ ധർമ്മപുത്രയുടെ പരുവത്തിലാക്കിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടിവരുമല്ലോ.
അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. ചായ. അവനങ്ങോട്ട് കൊണ്ട് കൊടുക്കും മോളെ, കൊടുക്ക്. ചായ. എന്താ മോനെ, ചായ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. സൂപ്പർ ചായ. പക്ഷേ ആദ്യം ഒരു ടേസ്റ്റ് വ്യത്യാസം അനുഭവപ്പെട്ടു എന്നൊരു സംശയം. ടേസ്റ്റ് വ്യത്യാസോ? തിരക്കുള്ള ആളാ, പെട്ടെന്ന് പറഞ്ഞു വിടണല്ലോ എന്നോർത്ത് തിരക്കിട്ടാ ഞാൻ ഈ ചായ ഉണ്ടാക്കിയത്. വല്ല പാകപ്പിഴവും സംഭവിച്ചോന്നറിയില്ല. മോൾ ഉണ്ടാക്കുന്ന ചായക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല. അതില് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ ജഗന്? ഏയ്, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല അല്ലേ? സൂപ്പർ. നല്ല മണം, നല്ല രുചി, നല്ല കടുപ്പം. ഇത്രയും രുചികരമായ ചായ ഞാൻ ഇതുവരെ കുടിച്ചിട്ടേ ഇല്ല. എന്തായാലും വന്ദനെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ മഹാഭാഗ്യവാനാ. ഇത്രയും രുചികരമായ ചായ അയാൾക്ക് എന്നും കുടിക്കാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.